ഇന്നലത്തെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ ലെവലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 25,600 ഡൗൺ സൈഡിലേക്ക് ഞാൻ പറഞ്ഞത് 25,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ബൈ ചെയ്യാം, ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് അതിൻ്റെ അടുത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതായത് 25,600ഉം 25,660 അതിൻ്റെ ഇടയ്ക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. അത് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് 25,600 താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ആ എൻട്രി മിക്സ് ആയവർക്ക് വീണ്ടും മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോയിട്ട് രണ്ടാമത് ഒരു എൻട്രിയും കൂടി കിട്ടിയത് 25,600 രണ്ടാമതും വീണ്ടും ടച്ച് ചെയ്തപ്പോൾ വീണ്ടും ഒന്നും കൂടി ആഡ് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആഡ് ചെയ്തവർക്ക് വീണ്ടും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അത് ഏകദേശം ഞാൻ ലെവൽ പറഞ്ഞത് 25,450 പക്ഷേ അതുവരെ പോയിട്ടില്ല. 25,475 വരെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം വീണ്ടും ചെറിയൊരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് 25,500 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ആ പുട്ട് ബൈ ചെയ്തവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ലെവലുകൾ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമ്മൾ SL എപ്പോഴും ചെറുതായിരിക്കും. ഞാൻ എന്താ വിചാരിച്ചപ്പോൾ 25 ഇന്നത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞു 25,600 ബ്രേക്ക് ചെയ്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെന്ന് പറഞ്ഞു. 25,600 അടുത്തെത്തുമ്പോൾ ഞാൻ 3 മിനിറ്റ് ക്യാൻഡിൽ ഇടും. 3 മിനിറ്റ് ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. താഴേക്ക് വരുന്ന കണക്ക് ഞാൻ എൻ്റെ ട്രെയിലിംഗ് SL കൂട്ടി പോയിട്ട് തിരിച്ച് കയറുമ്പോൾ എൻ്റെ ട്രെയിലിംഗ് SL ആദ്യത്തെ പ്രാവശ്യം അടിച്ചു. പ്രോഫിറ്റ് തന്നെയാണ്, ചെറിയൊരു പ്രോഫിറ്റ് എക്സിറ്റായി. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ ഒരു 25,600 എത്തി. വീണ്ടും ഞാൻ എൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. കാരണം എനിക്ക് എൻ്റെ തൊട്ട് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. വീണ്ടും അത് പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കൂടി പോകുമ്പോൾ ഞാൻ ട്രെയിലിംഗ് SL വെച്ച് പോയിട്ട് ഇപ്രാവശ്യം കുറച്ച് 25,500 താഴേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ എക്സിറ്റായി. കാരണം 25,450 വരെയാണ് എൻ്റെ ലെവൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ എക്സിറ്റായി, എൻ്റെ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഇത് 25,450 വരെ പോകുന്ന വിചാരിച്ചു, അത്ര പോയില്ല. 25,475 വരെ പോയി. 25 പോയിനും കൂടി ഡൗൺ സൈഡിലേക്ക് പോകുന്നത് വിചാരിച്ചു, പക്ഷേ പോയില്ല ഞാൻ. പക്ഷേ ആ സമയത്ത് തന്നെ എക്സിറ്റായി. നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് നോക്കി, ആ സമയത്ത് അവിടെ ചെറിയൊരു കൺസൾട്ടേഷൻ കാണാം. എന്നാൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് പ്രീമിയം വലിയ തോതിൽ കയറിയിട്ടൊന്നുമില്ല. എന്നാലും ഡീസൻ്റ് ആയ പ്രീമിയം കിട്ടിയിരുന്നു ഇന്ന്, വലിയ കുഴപ്പമില്ലായിരുന്നു. നാളത്തെ മാർക്കറ്റ് നമുക്ക് നോക്കാവുന്നത്. നാളെ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ എങ്ങനെയൊക്കെ മൂവാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. എല്ലാം ഒരു സാധ്യതകളാണ്. കാരണം ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മാർക്കറ്റ്. അതുകൊണ്ടാണ് ഞാൻ SLൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത്. SL നമ്മൾ സ്ട്രിക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒരു ക്യാൻഡിൽ നമ്മൾ എവിടെയാണോ നമ്മൾ സെല് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത്, ആ ബൈ ചെയ്യുന്നത് നമ്മൾ ലെവൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ബൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 3 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ എന്താ വെച്ചെങ്കിൽ അതൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ നമ്മൾ എക്സിറ്റ് ആയിട്ട് മാറിക്കോളും. ആ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ട്രേഡിങ്ങിൽ അതൊരു മെത്തേഡാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. നാളെ ഇപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളത് പറഞ്ഞ് നോക്കുമ്പോൾ അത്ര വലിയ ലെവലുകൾ ഒരുപാടുണ്ട്. അതായത് ചാർട്ട് സൈഡിൽ കൊടുക്കുക, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇന്നിപ്പോൾ അവസാനം നമുക്ക് കാണുന്നത് ഡൗൺ സൈഡിലേക്ക് നമുക്ക് കാണുന്നത് 25,450 25,440 ആ ലെവൽ. 25,440 ക്ലോസ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ 25,300 25,250 വരെ വരാം. ഒന്നുകൂടി പറഞ്ഞാൽ 25,440 ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരികയാണെങ്കിൽ 25,250 വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെന്താ വെച്ചാൽ 25,470 മുതൽ, അതായത് ഇന്നത്തെ ലോ മുതൽ 25,440 വരെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനൊരു ചെറിയൊരു ഗ്യാപ്പാണ് ഞാൻ 2 വരെ കൊടുത്തിട്ടുണ്ട്. 2 സപ്പോർട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിനുള്ളിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതേ ലെവൽ ഇത് സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്ന് 25,470 25,440 എത്തുന്ന സമയത്ത് തിരിച്ച് റിവേഴ്സ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ചെറിയൊരു SL മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് 25,660 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അഥവാ മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 25,660 താഴത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,660 ടച്ച് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ചില സമയത്ത് അത് ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് 25,650 മാർക്കറ്റ് എത്തി നിങ്ങൾ പി ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് ക്യാൻഡിലും കൂടി ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എടുക്കുക. ഇല്ല 25,650 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അത് 25,750 25,800 വരെ പോകുന്നത്. മുകളിലേക്ക് 25,660 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,800 വരെ പോകാനുള്ള സ്ട്രെങ്ത് നിഫ്റ്റിക്കുണ്ട്. ഒന്നും കൂടെ ലെവലുകൾ പറഞ്ഞു തരാം. മുകളിൽ നോക്കട്ടെ, റെസിസ്റ്റൻസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 25,660 അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,800 വരെ നിഫ്റ്റിക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അഥവാ ഇനിയിപ്പം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 25,470 എന്നാൽ 470 മുതൽ 440 വരെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,250 വരെ നിഫ്റ്റിക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാണ്. കൃത്യമായിട്ട് ചാർട്ടയുടെ സൈഡിൽ കൊടുക്കാൻ നിങ്ങൾ നോക്കിക്കോന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിനും നടുക്കാണ് ഓപ്പണിംഗ് എങ്കിൽ ഒരു 25,570, 25,600 ആ റേഞ്ചിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടിലേക്കോ നിഫ്റ്റി പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അതായത് ഈ നടുക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇന്നത്തെ ഫുള്ള് മൂവ്മെൻറ്റ്, അതായത് ഇന്നത്തെ ഓപ്പണിംഗ് മുതൽ ക്ലോസ് വരെയുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനിടയിൽ എവിടെ ഓപ്പൺ ചെയ്താലും ഈ അതായത് 25,650-നും 25,450 നടുക്കായിട്ട് 25,600-ഓ 550-ഓ അതൊക്കെ അങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എങ്ങോട്ടാച്ചാൽ മൂവ് ചെയ്തോട്ടെ, മൂവ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിലോ അല്ലെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടിലേക്ക് അങ്ങോട്ട് സപ്പോർട്ടിലെത്തുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രേഡ് ചെയ്യുക. ആദ്യം ഒരു ക്യാൻഡിൽ നോക്കുക, നിങ്ങൾ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ മാർക്കറ്റ് താഴേക്ക് വന്നാണെങ്കിലും തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്, മുകളിലേക്ക് പോയതാണെങ്കിൽ ഡൗൺ വരാൻ സാധ്യതയുണ്ട്. താഴേക്കിലിട്ട് അതായത് മാർക്കറ്റ് 25,660-ൻ്റെ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം 25,660-ൻ്റെ റെസിസ്റ്റൻസ് അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് ചില സമയത്ത് ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഒരു 3 മിനിറ്റിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ അതായത് 25,660 മുട്ടി ഉടനെ നിങ്ങൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. ജസ്റ്റ് ക്ലോസ് ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയാൽ ഓൺ ദ സ്പോട്ടിൽ നടക്കാം. ചെറിയ ലോസേ വരും, 10 പോയിൻറ്റൊക്കെ ലോസേ വരുള്ളൂ. ഓൺ ദ സ്പോട്ടിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം 660 അത്ര സ്ട്രോങ് അല്ല റെസിസ്റ്റൻസ്, എന്നാലും നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഇത് പറയാനില്ല. ലെവലുകളെ സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്നും കൂടി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരെല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വീഡിയോസ് കാണുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്. അത്യാവശ്യം നല്ലൊരു ലെവലുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് തോന്നുന്നു. അല്ല എന്തെങ്കിലും മാറ്റം വരുത്താൻ കുറച്ചും കൂടി കൂടുതൽ അപ്ഡേഷൻ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താ വീഡിയോനെ കുറിച്ചിട്ട്? നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ? എനിക്കിതൊന്നും അറിയുന്നില്ലല്ലോ. നിങ്ങളെങ്ങനെ ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഞാനിങ്ങനെ വന്ന് പറയുന്നതെന്നല്ലാതാണ്ട് ആരെങ്കിലും ഗുണം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ. ഞാൻ നമ്പർ തരാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്പർ തരാം, നിങ്ങളതിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഞാൻ തരാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ.